നമുക്ക് ആദർശിന്റെയും നയനയുടെയും കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണുന്ന ദേവേരി നയനയോട് പറഞ്ഞു, മോളെ നിനക്ക് എന്തേലും ഇപ്പൊ കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. ഒരു പ്രശ്നം എനിക്കില്ലമ്മേന്ന് പറഞ്ഞു. എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ, പിന്നെ നീ അല്ലായിരിക്കണം, നീ എന്തേലും ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കും, ഒന്നും പറയത്തില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, ഇങ്ങോട്ട് വന്നേ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ കണ്ണിലൊക്കെ നോക്കണം, നല്ല രക്തപ്രസാദമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, എങ്ങനെ ഇല്ലാതിരിക്കും, എന്റെ എലിസബത്ത് ചേച്ചി ഉണ്ടല്ലോ, ഇടവിട്ട് സമയങ്ങളിൽ ആഹാരം എന്നെ കൊണ്ട് കഴിപ്പിക്കും, ഒന്നിനും സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എല്ലാം കൃത്യമായിട്ട് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അതെനിക്കറിയാം, അതുകൊണ്ടാണല്ലോ അദ്ദേഹം അവരിങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേന്ന് പറഞ്ഞു. അദ്ദേഹോ? ദേവേനെയും നയനെ ഒരു നിമിഷം അമ്പലപ്പോട് മുത്തശ്ശി നോക്കുകയാണ്. അല്ല അമ്മ ആരെ ഈ അദ്ദേഹം എന്ന് ഉദ്ദേശിച്ചെ എന്ന് ചോദിച്ചു. പെട്ടെന്ന് മുത്തശ്ശിക്ക് അബദ്ധം മനസ്സിലായി. മുത്തശ്ശി ഒന്നും ആലോചിച്ചിട്ട് ചാടി കയറി പറഞ്ഞു, അത് പിന്നെ ദാമുവിന്റെ കാര്യോ ഉദ്ദേശിച്ചെ. അല്ല ദാമുവിനോട് എന്നാ അമ്മയ്ക്ക് ഇത്ര ബഹുമാനം കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങിയെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശി പറഞ്ഞു, അല്ല അത് പിന്നെ ഉണ്ടല്ലോ, ഈ എലിസബത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന ദാമു അല്ലേ, അതിനുശേഷം എനിക്ക് അയാളോട് ഇത്തിരി ബഹുമാനമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. സാധാരണ അമ്മ അദ്ദേഹം എന്നൊക്കെ വിളിക്കുന്ന ആരെയാന്നറിയാവോ? അച്ഛനെ വിളിക്കുന്നേ, പക്ഷെ ഇവിടെ അങ്ങനെ വിളിച്ചോണ്ട് ചോദിച്ചാന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ലാന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയാണ്. അതിനുശേഷം പറഞ്ഞു, കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേന്ന് ചോദിച്ചു. ആ സമയം നയന പറഞ്ഞു, മുത്തശ്ശിക്ക് ഈയിടെയായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ കൂടുന്നുണ്ടല്ലോ. ദേവേനി പറഞ്ഞു, അത് ശരിയാ, ഈയിടെയായിട്ട് കുറച്ച് ഫോട്ടോ സെക്ഷൻ ഒക്കെ കൂടുന്നുണ്ട്. മുത്തശ്ശി ഈ പ്രായത്തിലെ ഫോണിന് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിലേ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും നയന പറഞ്ഞു. അങ്ങനെയൊന്നും ഇല്ല മോളെ, ഈ 3 മാസം ആയില്ലേ, അപ്പൊ കുറച്ച് ഫോട്ടോസുകളൊക്കെ നിന്നോടൊപ്പം ഒന്ന് എടുക്കണം, അതൊക്കെ പിന്നീട് ഒരു കാലത്ത് ഫോൺ എടുത്ത് നോക്കി കഴിയുമ്പത്തേനേ നമുക്ക് ഭയങ്കര സന്തോഷത്തിന്റെ കുറച്ച് നിമിഷങ്ങളാന്ന് പറഞ്ഞു. അങ്ങനെ അവര് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷം മുത്തശ്ശി പറഞ്ഞു, ഇനി ഞാനും നയനമോളും കൂടെ നിൽക്കുന്ന ഫോട്ടോസ് എടുക്കാൻ ദേവയോട് പറഞ്ഞു. അങ്ങനെ അതെടുക്കുന്ന സമയത്ത് നയന ഇങ്ങനെ മനസ്സിലോർത്തു, എന്തോ ഒക്കെ സംഭവിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് എന്തോ ഒരു മാറ്റമുണ്ട്, അതെന്താന്നൊന്നും അറിയില്ല. അപ്പോഴേക്ക് ദേവേനി ചോദിച്ചു, അല്ല മോളെ ആദർശിന്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ എവിടം വരെ എത്തി? നയന പറഞ്ഞു, അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്, ഇതിന് പിന്നില് പ്രബലനായി ഏതൊരു ശത്രുവാണെന്നാ പറയണേ. ജ്വല്ലറിക്ക് പിന്നില് അവരല്ല ഇത് കൈകാര്യം ചെയ്യുന്നതെന്ന് തോന്നേ, അവരുടെ പിന്നിലും ആരോ ഉണ്ടെന്നാണ് പറയണേ. അത് കേട്ട് ഇനിയിപ്പോ മുത്തശ്ശി പറഞ്ഞു, അദ്ദേഹം ഇങ്ങനെയൊക്കെ തന്നെ അദ്ദേഹം പറയുന്നേ, ഒരു ശത്രു ഉണ്ടെന്ന്, പക്ഷെ ശത്രുവിന് ഇതിനായിട്ടും കണ്ടെത്താൻ പറ്റിയിട്ടില്ല മോളെ. മുത്തശ്ശി വിഷമിക്കൊന്നും വേണ്ട, അധികം വൈകാതെ തന്നെ അത് കണ്ടെത്തുന്നൊക്കെ പറഞ്ഞു. ദേവേനെ പറഞ്ഞു, ആ ഒരു പ്രതീക്ഷയില ഞങ്ങളും ഇരിക്കുന്നേ എന്ന്. പിന്നെ ചോദിച്ചു, അല്ല മോളെ കാര്യങ്ങളൊക്കെ അറിയാലോ നിനക്ക്, ഈ തവണത്തെ സെയിലും കാര്യങ്ങളും നോക്കിയിട്ടില്ല, അതിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടില്ല, അപ്പൊ അറിയാം ബാക്കി കാര്യങ്ങളൊക്കെ. മൂർത്തി ജ്വല്ലറിയുടെ ഉയർച്ചയെക്കുറിച്ചൊക്കെ അറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന പറഞ്ഞു, ഇത്തവണ നോക്കിയിട്ടും കാര്യമുണ്ടെന്ന് തോന്നില്ല മുത്തശ്ശി, കാരണം ഈ തവണ എന്താണെങ്കിലും മൂർത്തി ജ്വല്ലറിയുടെ ഗ്രാഫ് താഴ്ന്നു പോകും, ഇതിന് മുമ്പുള്ള പോലെ ഒന്നും അല്ല, സാരമില്ല വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ സമാധാനിപ്പിക്കുകയാണ് നയന. കുറച്ച് കഴിഞ്ഞപ്പോ വസ്തുത മുത്തശ്ശി പുറത്തിറങ്ങി വന്നിട്ട് മുത്തശ്ശനെ ഫോൺ ചെയ്യണം. മുത്തശ്ശി ചോദിച്ചു, എന്തായി കാര്യങ്ങളൊക്കെ? നയന മോൾക്ക് സുഖമായിട്ടിരിക്കുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രക്തപ്രസാദം കാര്യങ്ങളൊക്കെ ഉണ്ട് മുഖത്തെന്ന് പറഞ്ഞു. അത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു, അതിനാണല്ലോ എലിസബത്തിനെ ഇങ്ങോട്ടൊക്കെ അയച്ചേ, എലിസബത്ത് നന്നായിട്ട് നോക്കുമെന്ന് എനിക്കറിയാന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അത് ശരിയാ, അല്ല പലഹാരം ഉണ്ടാക്കുന്ന രേവതി വന്നില്ലെന്ന് ചോദിച്ചു. വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇഷ്ടമുള്ള ആഹാര സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, ഒന്നിനും ഒരു കുറവും വരുത്തിയേക്കരുത്, നമുക്ക് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയാ വേണ്ടേന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, അവർക്കറിയത്തില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇദ്ദേഹമാ ചെയ്യുന്നതെന്നുള്ളേ. അത് കേട്ടപ്പോ മുത്തശ്ശി പറഞ്ഞു, അതിലൊന്നും ഒരു കഥയില്ല, ആരും അറിയുകയും ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്. പെട്ടെന്ന് തന്നെ മുത്തശ്ശി കോള് കട്ട് ചെയ്യണം. നയന വന്നിട്ട് ചോദിച്ചു, ആരാ മുത്തശ്ശി വിളിച്ചോണ്ടിരുന്നേന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഒരു അനുജന്റെ കൊച്ചുമോനെയെന്ന്. അല്ല എന്നിട്ട് കൊച്ചുമോൻ കോള് കട്ട് ചെയ്തോ? അതെ, മോള് വന്നു കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തു, അവൻ ഇത്തിരി നാണക്കാരനാന്ന് പറഞ്ഞു. പക്ഷെ നയനയ്ക്ക് എന്തോ ഒരു വിശ്വാസക്കുറവ് തോന്നി, മുത്തശ്ശി എന്തേലും കള്ളത്തരം പറയുന്നുണ്ടോന്ന് എന്റെ ചിന്തയുണ്ടായിരുന്നു. പെട്ടെന്ന് മുത്തശ്ശി പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട് മോളെ, അവിടെ വെച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരാന്ന് വിചാരിച്ചു ഞാന്, പക്ഷേങ്കില് ഒരാൾക്ക് ഇഷ്ടപ്പെടില്ലല്ലോ, അതുകൊണ്ടാന്ന് പറഞ്ഞു. അതാരാ, മുത്തശ്ശനാണോന്ന് ചോദിച്ചു. അതെ, മോളുടെ മുത്തശ്ശന് തന്നെ. ഇനിയിപ്പോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാ ഞാന് ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നായര് പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല മുത്തശ്ശന് ഇഷ്ടപ്പെടായിക വരുമെന്ന്, മുത്തശ്ശനെ കണ്ടിടത്തോളം അങ്ങനെയാന്ന് പറഞ്ഞു. മുത്തശ്ശി പറഞ്ഞു, പറയാൻ പറ്റില്ല,
മൂർത്തി ജ്വല്ലറി തകരുമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അദ്ദേഹത്തിന് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അതുകൊണ്ടാ പോരാത്തന് നയനമോള് ആദർശ് പിന്നാലെ ഇറങ്ങി പോരുകയും ചെയ്തില്ലേ. അതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ട കാര്യമല്ല. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുവാണ്. നയന ഇങ്ങനെ ആലോചിച്ചു. എന്തൊക്കെയോ ഒരു സംഭവങ്ങൾ ഉള്ളതുപോലെ നയനിക്കും തോന്നുവാണ്. അതേ സമയത്ത് ഹേൻ ജ്വല്ലറിയിൽ ഒരു കേക്ക് കട്ടയാള് തയ്യാറെടുപ്പിലായിരുന്നു ഡേവിഡൊക്കെ. അവൾ അരികെ തന്നെ അവിടുത്തെ സ്റ്റാഫുകളും മാളവികയും നവ്യ അഭിയൊക്കെ ഉണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഡേവിഡ് പറഞ്ഞു, നമുക്കുള്ള സന്തോഷമുള്ള ദിവസം എന്ന്. കാരണം മൂർത്തി ജ്വല്ലറി പിന്തള്ളിക്കൊണ്ടാണ് ഏൻ ജ്വല്ലറി ഒന്നാമതെത്തി നിൽക്കുന്നത്. പിന്നെ നമ്മുടെ കീഴില് 2-3 സ്ഥാനങ്ങളൊക്കെ ജ്വല്ലറികളൊക്കെ ഉണ്ട്. പക്ഷെ അതിന് താഴേക്ക് മൂർത്തി ജ്വല്ലറി പോയി. ഒരു പതിറ്റാണ്ടോളം ആയിട്ട് മൂർത്തി ജ്വല്ലറി ആയിരുന്നു കത്തിക്കയറിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ അവരെയൊക്കെ പിന്തള്ളിക്കൊണ്ട് നമ്മള് ഇപ്പം നല്ലൊരു സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ്. അത് കേട്ടപ്പോ അഭി പറഞ്ഞു, അതിന് കാരണക്കാരി മാളവികയല്ലേ. മാളവിക കളക്ഷൻസ് അല്ലേ നയന കളക്ഷൻസെക്കാളും ഉയർന്നു നിൽക്കുന്നേ. ഡേവിഡ് പറഞ്ഞു, അത് ശരിയാ, മാളവിക കളക്ഷൻസ് ഇറങ്ങിയതിന് ശേഷമാണ് ഇങ്ങനെയൊരു സാഹചര്യം നമുക്കുണ്ടായി വന്നിരിക്കുന്നു പറഞ്ഞു. അപ്പോഴേക്കും അഭി പറഞ്ഞു, സാറേ പിന്നൊരു കാര്യമുണ്ട്. ഈ പറയുന്ന നയന കളക്ഷൻസ് എന്റെ ഭാര്യയുടെ അനുജത്തേടെയാണ്. അവരിപ്പം പ്രസവ സംബന്ധമായ കുറച്ച് കാര്യങ്ങളാല് ഈ പരിപാടിക്ക് ഇറങ്ങുന്നില്ലാത്തോണ്ടാ. പക്ഷെ അതിനുശേഷം അവര് വീണ്ടും ഇതിനകത്തേക്ക് തന്നെ ഇറങ്ങിത്തിരിക്കും. അപ്പൊ നമുക്ക് അപകടമാവെന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, അത് അപ്പോഴത്തെ കാര്യമില്ല അബി, നമുക്ക് നോക്കാവുന്നുള്ളൂ. അതുകൊണ്ട് ആ കാര്യം ഒന്നും ഓർത്ത് നമ്മൾ പേടിക്കണ്ട. ഇപ്പൊ നമുക്ക് എന്താണെങ്കിലും നമ്മുടെ വിജയം നമുക്ക് കേക്ക് കെട്ടിയത് ആഘോഷിക്കാം. അതിന് പറ്റിയ ഒരാള് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അബി പറഞ്ഞു, മാളവികയല്ലേ, മനസ്സിലായി. കാരണം മാളവിക കാരണമാണ് ഇത്ര ഉയർച്ച ഈ കമ്പനിക്ക് പെട്ടെന്ന് ഉണ്ടായത്. അതുകൊണ്ട് മാളവിക തന്നെ കട്ട് ചെയ്യട്ടെ എന്നൊക്കെ പറയാണ്. ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചിട്ട് ഡേവിഡ് പറഞ്ഞു, വേണ്ട, മാളവികയ്ക്ക് നിരാശയൊന്നും തോന്നരുത്. ഈ തവണ എന്തായാലും കേക്ക് കട്ട് ചെയ്യാൻ വന്ന് മാളവിക അല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മാളവിക പറഞ്ഞു, സാറേ എനിക്ക് അങ്ങനെ നിരാശയൊന്നും ഇല്ല കേക്ക് കട്ട് ചെയ്യാത്തതില്. അതിന് അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ഡേവിഡ് പറഞ്ഞു, അബി ഈ കമ്പനിയിലേക്ക് വന്നിട്ട് കുറച്ച് ദിവസങ്ങളായുള്ളെങ്കിലും നല്ല രീതിയിൽ തന്നെ കമ്പനിയെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ തവണ ഹബി കേക്ക് കട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, അയ്യോ വേണ്ട സാറേ, ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നില്ല, വളരെ ഭവ്യത ഭവിക്കുവാണ്. സാറ് തന്നെ കട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ മാളവിക കട്ട് ചെയ്യട്ടെ. വേണ്ട ബൈ, അബിക്ക് തന്നെ കേക്ക് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നവ്യയും കൂടെ കൂട്ടിക്കോ, രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്ന് വേണം കട്ട് ചെയ്യാനെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവില് നവ്യ അബിയും കൂടെ കേക്ക് കട്ട് ചെയ്ത് അബി നവ്യയുടെ വായി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ മനസ്സിങ്ങനെ കരുതി, നീ സന്തോഷിക്കടാ, സന്തോഷിക്കാം. ഇനി ഒരു കാര്യം മാത്രമേ നമിത എന്നോട് പറയാനുള്ളൂ. അതിന്റെ സത്യങ്ങളും കൂടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിളിച്ചേക്കില്ല. ഈ കേക്ക് കട്ട് ചെയ്തപോലെ നിന്നെ ഞാൻ കട്ട് ചെയ്ത് തീർക്കും എന്നൊക്കെയായിരുന്നു നവ്യയുടെ മനസ്സിൽ. അപ്പൊ നവ്യ പല സത്യങ്ങളും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഡേവിഡ് അബിയോട് പറഞ്ഞു, അബി ഇങ്ങോട്ട് വാ, എനിക്ക് അബിയോട് കുറച്ച് സംസാരിക്കാണെന്ന് പറഞ്ഞിട്ട് അബിയെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോഴേക്കും മാളവിക നവ്യയോട് ചോദിച്ചു, ഇപ്പൊ സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു. നവ്യ പറഞ്ഞു, അതെ, ഇപ്പം അബി കമ്പനി ജോയിൻ ചെയ്തതിന് ശേഷം കമ്പനി നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ, അതുകൊണ്ട് എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു. ഏതൊരു ഭാര്യ ഇത് അർഹിക്കാത്ത എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുവാണ്. മാളവിക പിന്നെ ഒന്നും കൂടുതലൊന്നും പറയാനൊന്നും പോയില്ല. ഈ സമയം നവ്യയുടെ മനസ്സ് എരിഞ്ഞുകൊണ്ടിരിക്കുക. പല സത്യങ്ങളും നവ്യക്ക് തിരിച്ചറിയണം എന്നുണ്ടായിരുന്നു. അധികം വൈകാതെ അതൊക്കെ തിരിച്ചറിയുമെന്ന് നവ്യക്ക് അറിയായിരുന്നു. ഇതേ സമയത്ത് നാഗേന്ദ്രന്റെ അടുത്ത് അവന്തി ചെന്നു. പിന്നെ അവർ സംസാരിക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ ആ വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കണം. അബി കേക്ക് കട്ടിന്ന് കണ്ടോ മോളേന്ന് പറഞ്ഞു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അവന്തി പറഞ്ഞു, കൊള്ളാം അച്ഛാ, നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ എന്ന് പറഞ്ഞു. അതെ, എന്റെ മോനാ കേക്ക് കട്ടിന്ന്, അധികം വൈകാതെ തന്നെ അവൻ MD ആവൂന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവന്തി പറഞ്ഞു, കാര്യമൊക്കെ കാര്യം തന്നെ, ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും ഒരാളുണ്ടല്ലോ അവിടെ, മൂർത്തി മുത്തശ്ശന് തകർന്നു പോകുന്നു പറഞ്ഞു. തകരണം മോളെ, തകരണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, ഇപ്പഴേ വലിയ തലയെടുപ്പോട് കൂടിയിട്ടാ നിൽക്കുന്നേ, എന്തൊരു പ്രൗഢിയാന്നറിയാവോ. അതെ, അത് പണ്ടും അങ്ങനെ തന്നെയാ. എന്റെ ജീവിതം നശിപ്പിക്കുന്ന സമയത്തും അയാൾ അങ്ങനെ തന്നെയായിരുന്നു, പ്രൗഢിയോട് കൂടിയാ നിന്നിരുന്നേ. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് അവന്തി പറഞ്ഞു, അച്ഛാ, അബിയാണ് അധികം വൈകാതെ സത്യങ്ങളൊക്കെ തിരിച്ചറിയുമല്ലേന്ന് ചോദിച്ചു. അതെ, അധികം വൈകാതെ അവൻ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. അവനിപ്പോ ഒരു ചിന്തയുണ്ടായിരിക്കും, എന്തുകൊണ്ടായിരിക്കും തനിക്ക് ഇത്ര സ്ഥാനമാനങ്ങളൊക്കെ തന്ന് അവിടെ ഏൻ ജ്വല്ലറി ഇരുത്തിരിക്കുന്നതെന്ന്. അപ്പൊ അതിന്റെ ഉത്തരം കണ്ടെത്താനായിട്ട് അവൻ ശ്രമിക്കുകയും ചെയ്യും. ഇനി എന്റെ മോളും അവിടുത്തെ MD ആവണമെന്ന് പറഞ്ഞു. അവന്തി പറഞ്ഞു, അത്തരം കാര്യങ്ങളൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലച്ചാ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ മോൾക്കറിയാലോ, തകർന്നുകൊണ്ടിരിക്കുന്ന മൂർത്തി ജ്വല്ലറിക്ക് ഒരു പണി തന്നെ നമ്മൾ ഇനിയും കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇത് വെറുതെ വിടാൻ നമ്മൾ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു.
അവന്തിക പറഞ്ഞു, എത്രയും പെട്ടെന്നാണ് അബിയെന്ന് പറയുന്നവളെയും കൂടെ അബിയന്റെ ജീവിതത്തിൽ നിന്ന് പറത്തണം അച്ഛാ, എങ്കിൽ മാത്രമേ ഒരു സന്തോഷമുള്ള ജീവിതം അബിയണ്ണന് കിട്ടാനായിട്ട് പോകുന്നുള്ളെന്ന് പറഞ്ഞു. അതെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം മോൾ, അതൊന്നും ഓർത്ത് ഒരു കാര്യത്തിലും ടെൻഷൻ അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. ഇതേ സമയത്ത് ജാനകിയും ദേവേനയും കൂടെ സംസാരിക്കുമായിരുന്നു. അപ്പോഴേക്കും ജാനകി ദേവേനോട് പറഞ്ഞു, എന്ത് ചെയ്യാൻ എന്റെ അടുത്തി, ഈ തവണത്തെ വിഷുവിന് നല്ല രീതിയിൽ സെയിൽസും കാര്യങ്ങളും നടന്നില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ തവണത്തെ സെയിൽസിന്റെ കളക്ഷനൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും വലിയ ഇടിവ് തന്നെ ഉണ്ടായിരിക്കുന്നത്. ദേവേന് പറഞ്ഞു, അത് പിന്നെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്കറിയാവുന്ന കാര്യമായിരുന്നല്ലോ ജാനകി, അതൊന്നും ഓർത്ത് ഇനി സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ അങ്ങോട്ട് വന്നു. ജലജ വന്നിട്ട് പറഞ്ഞു, ഇത്തവണ ഉണ്ടല്ലോ ഏൻ ജ്വല്ലറി വെച്ചിട്ട് കയറ്റം തന്നെയാണ്. എന്റെ മോൻ അബിയല്ലേ അവിടെ പോയി മാനേജറായിട്ട് ചാർജ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം കമ്പനി നല്ല ഉയർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ദേവേനെ ചോദിച്ചു, ഇത് പറഞ്ഞ നിന്റെ മോനാണോ അതോ ഏൻ ജ്വല്ലറിക്കാരാണോന്ന് ചോദിച്ചു. എന്ത് വർത്താനം എടുത്തി പറയണേ, ഏൻ ജ്വല്ലറിക്കാര് തന്നെ പറഞ്ഞ എല്ലാം എന്റെ മോന്റെ ഐശ്വര്യമാന്ന് പറഞ്ഞു. ജലജ പറഞ്ഞു, ഐശ്വര്യമാണ് പോലും, അവന്റെ ഐശ്വര്യം കൂടിയിട്ടല്ല അവനെ മൂർത്തി ജ്വല്ലറിന്ന് അടിച്ചിറക്കിയെന്ന് ചോദിച്ചു. മൂർത്തി ജ്വല്ലറിന്ന് അവനെ അടിച്ചിറക്കി ജാനകി. പക്ഷേ അവൻ കള്ളനൊന്ന് മുദ്ര കുത്തിട്ട് അവനെ അടിച്ചിറക്കിയത്, പകരം വേറൊരുത്തനെ കയറ്റിയില്ല. എന്നിട്ട് എന്തായി? മൂർത്തി ജ്വല്ലറി പൂട്ടിപ്പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കില്ല അവനെന്ന് ചോദിച്ചു. ദേവേനി പറഞ്ഞു, ഇനിയിപ്പൊ നീ കൂടുതലൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ ചീത്ത പറയാണ് ജലജാനെ. അപ്പോഴേക്കുമാണ് അനിയുടെ വരവ്. അനി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ജാനകി പറഞ്ഞു, മോനെ നീ കുറച്ചുകൂടെ ജൂവലറി കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്, ഇങ്ങനെ പോയിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞു. അനിക്ക് നല്ല ദേഷ്യമായി. അനി പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചാ വരുന്നത്, ഇത് കൂടുതൽ എന്നെ കൊണ്ട് പറ്റില്ല, രാവിലെ പകലെന്നില്ലാതെ ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ശരിക്കും പറഞ്ഞാല് ഈ മൂർത്തി ജ്വല്ലറി കര കയറ്റാനായിട്ട് ഒരാളെ കൊണ്ടേ പറ്റുള്ളൂ, ആദർശാണ് ജ്വല്ലറിയിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു പറഞ്ഞു. ഇത് കേട്ടോണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വരുന്നത്. മുത്തശ്ശൻ പെട്ടെന്ന് പറഞ്ഞു, അങ്ങനെ മൂർത്തി ജ്വല്ലറി ആദർശ് വന്നിട്ട് കര കയറണ്ട, ആ MD കസലിലേക്ക് അവൻ ഇനി വന്ന് ഇരിക്കുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവനെ ഒരിക്കൽ ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിട്ടതാ, അതുകൊണ്ട് അവൻ അവിടെ തന്നെ നിന്നാ മതി. അത് കേട്ടിപ്പോ ദേവേന്റെ പറഞ്ഞു, അച്ഛാ അത് പിന്നെ നീ കൂടുതലൊന്നും പറയണ്ട, പറഞ്ഞത് കേട്ടല്ലോ. അല്ലെങ്കിലും ഇനിയിപ്പൊ ആരൊക്കെ വിചാരിച്ചിട്ടും കാര്യമൊന്നുമില്ല. അല്ലെ, ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അനി, വിഷു വരെ എന്താണെങ്കിലും നമുക്ക് ഇച്ചിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ആയിരിക്കും, സാരമില്ല, ഇത് കഴിഞ്ഞുമ്പോ എല്ലാം നേരെ ആയിക്കോളും, സമയമുണ്ടല്ലോ, ഇല്ലെങ്കിൽ പിന്നെ അപ്പോഴത്തെ കാര്യം നമുക്ക് അപ്പം നോക്കാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മുത്തശ്ശനും കൂടി പോയി കഴിഞ്ഞപ്പോ ജലജ പറഞ്ഞു, കണ്ടില്ലേ, അച്ഛന് തന്നെ അറിയാം മൂർത്തി ജ്വല്ലറി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാന്ന്. പിന്നെ എന്റെ അബി കയറിയ ജ്വല്ലറി അതിന് തകരാനൊന്നും പോകുന്നില്ല ഇതൊക്കെ പറഞ്ഞിട്ട് വലിയ വീമ്പുറത്താനൊക്കെ പറയണം. അത് കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് ദേവേനിക്ക് ജാനവിക്കൊക്കെ. പക്ഷെ എന്തേലും പറയാൻ പറ്റുമോ? ഇതേ സമയം അബി തന്റെ ക്യാബിലിരുന്നിങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴേക്കും നബി വന്നു. നബി എന്നിട്ട്, എന്താടാ അബി, നീ എന്താ ഭയങ്കര ആലോചനയിലാണല്ലോ? ഒന്നുമില്ലടി. അല്ല, എന്തോ കാര്യമുണ്ട്. ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ച. എന്നെ കുറിച്ചോ? അതേന്നേ, നീ എന്റെ ജീവിതത്തിലേക്ക് വന്നു കയറിയതിന് ശേഷം എനിക്ക് സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്നേ, അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുമായിരുന്നു. നബി പറഞ്ഞു, അതേടാ, നീ അങ്ങനെ പലതും പറയുന്നു എനിക്കറിയാം എന്നൊക്കെ നബി ഇങ്ങനെ മനസ്സിൽ പറയണം. പിന്നീട് നബിയോട് പറഞ്ഞു, നിനക്കറിയാലോ, നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഞാൻ ഇവിടെ ഈ മാനേജർ കസാലിൽ ഇരുന്നതിന് ശേഷമാണ് ഈ ജ്വല്ലറിക്ക് ഉയർച്ച ഉണ്ടായെന്ന ഡേവിഡ് സാറൊക്കെ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഡേവിഡ് സാറിനെ സാറേന്നൊക്കെ വിളിക്കുന്നുണ്ട്. എത്ര ബഹുമാനം ഇവിടെയുള്ളവർ എനിക്ക് തരുന്നേ. നബി പറഞ്ഞു, ഇതൊക്കെ ശരിക്കും അനന്തപുരിയിലുള്ളവർ കാണ്ടാന്ന് പറഞ്ഞു. അതെ, കാണ്ട തന്നെയാണ്. ജോലിക്കാര് എന്നെ എത്ര മാത്രമാണ് ഉള്ളം കൈ കൊണ്ടു നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഈ പറയുന്ന മൂർത്തി ജ്വല്ലറിലുള്ളവർ കാണ്ടാന്ന് പറഞ്ഞു. നബി പറഞ്ഞു, അത് ശരി തന്നെയാ. ഇനി അബി, നിനക്ക് എന്താണ് ഉയർച്ച മാത്രം ഉണ്ടാവാനായിട്ട് പോകുന്നുള്ളതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും അബി പറഞ്ഞു, അത് ശരിയാ, അതെനിക്ക് നന്നായിട്ടറിയാം എന്നൊക്കെ ഇങ്ങനെ അബി പറയാണ്. അബിയുടെ മനസ്സിലപ്പം മാളവികയായിരുന്നു. അവള് കൊള്ളാം, സൂപ്പറാണ്. മാളവിയെ കണ്ടപ്പോൾ മുതൽ മനസ്സിലൊരു ഇത്. പക്ഷെ അത് ഇവളോട് പറയാൻ പറ്റില്ലല്ലോ, നബിയോട് പറയാൻ പറ്റില്ലോ. അപ്പോഴേക്കും നബി ചോദിച്ചു, എന്താ അബി? ഒന്നുമില്ലാന്ന് പറഞ്ഞ് നബി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ആ ചേർത്ത് പിടിക്കുന്ന സമയത്തും അബിയുടെ മനസ്സിൽ മാളവികയായിരുന്നു. ഇവളൊക്കെ എന്ത് എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു അബിയുടെ മനസ്സിൽ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മള് ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.